students, we are going to discuss the next topic, that is monopolist, demand, revenue and cost curves. So in the last class we have discussed the meaning of monopoly. A monopoly means a market situation where we can see only a single seller. So since he is the only person selling the goods, he has to determine the price and quantity of the product. Now here we can see output, price, total revenue, average revenue and marginal revenue. From this chart we are going to draw revenue and cost curves. Okay, so here output 1, that is ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവരുടെ പ്രൈസ് 10 രൂപയാണ്. ഓക്കെ, മൊണോപ്പൊളിസ്റ്റിന് തന്നെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു ഔട്ട്പുട്ട് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് 10. So in order to want to increase their output, അതായത് 1 യൂണിറ്റിൽ നിന്ന് അവർ 2 യൂണിറ്റ് ആക്കി. So what will happen to the price? The price declines. അവർ പ്രൈസ് കുറച്ചു 9 ആക്കി. Again they want to increase the output. Again they decline their price. That means to increase the output, they will decrease their price. മൊണോപ്പൊളിസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ സെല്ലർ മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എല്ലാവരും അത് മേടിക്കും. ബിക്കോസ് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യൻ റെയിൽവേ, നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ദെൻ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതൊക്കെ മോണോപ്പൊളിസ്റ്റിൽ വരുന്നതാണ്. സോ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? പ്രൈസ് കുറച്ചു. പക്ഷെ എന്നാലും റവന്യൂല് മാറ്റം ഉണ്ടോ എന്ന് നോക്കി. പ്രൈസ് കുറച്ചാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ദ റവന്യൂ ഈസ് ഇൻക്രീസിങ്. കണ്ടോ, 1 യൂണിറ്റിന് 10 വെച്ചിട്ട്, അപ്പൊ 1 into 10 10. രണ്ട് ഔട്ട്പുട്ടിന് പ്രൈസ് ഒരെണ്ണത്തിന് 9 വെച്ച് രണ്ട് ഔട്ട്പുട്ടാണ് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ 2 into 9 18. So this is the total revenue that they are earning from their output. So when the output increases, they decline their prices, but we can see that total revenue increases. Okay, now here we can see the average revenue. What do you mean by average revenue? Revenue earned from per unit. ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. ഇവിടെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ റവന്യൂ 10. അപ്പൊ 10 തന്നെയായിരിക്കും അതിന്റെ ആവറേജ് റവന്യൂ. 2 യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് 18. ഓക്കെ, രണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് 18. അപ്പൊ ഒരു യൂണിറ്റിൽ നമുക്ക് എത്ര കിട്ടും? 18 ഡിവൈഡഡ് ബൈ 2 9. അതേപോലെ 3 ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് 24. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ കണ്ടുപിടിക്കുക 24 ഡിവൈഡഡ് ബൈ 3 8. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ആവറേജ് റവന്യൂ കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേസമയം ആവറേജ് റവന്യൂ നോക്കിക്കേ, ഒരു യൂണിറ്റിന്റെ നോക്കിക്കേ, അത് കുറയല്ലേ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എ മോണോപ്പൊളിസ്റ്റ് ടോട്ടൽ റവന്യൂ ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. ടോട്ടൽ നോക്കുമ്പോൾ ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ അവരുടെ റവന്യൂ എന്താണ്? കുറവാണ്. അതായത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഒരു ലെവൽ എത്തുന്നത് സംഭവിക്കും, ആവറേജ് റവന്യൂ കുറഞ്ഞു കുറഞ്ഞ് 0 വരെ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം അവർ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എ മോണോപ്പൊളിസ്റ്റ് ടോട്ടൽ റവന്യൂ ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. ഡിക്രീസിംഗ് റേറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ആവറേജ് റവന്യൂ പെർ യൂണിറ്റ് എന്താണ്? കുറഞ്ഞു വരികയാണ്. നൗ marginal revenue. So what do you mean by marginal revenue? Revenue earned from the additional unit produced. ഇവിടെ ഒരു ഔട്ട്പുട്ടേ പ്രൊഡ്യൂസ് ചെയ്തോളൂ, നമ്മൾ 10 രൂപക്ക് കൊടുക്കുന്നു. ടോട്ടൽ റവന്യൂ 10, ആവറേജ് റവന്യൂ 10, മാർജിനൽ റവന്യൂ 10. അവിടെ യാതൊരു വ്യത്യാസവും. നൗ ഹിയർ നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ഒരു ഔട്ട്പുട്ട് എക്സ്ട്രാ നമ്മൾ ഒരു ഔട്ട്പുട്ടും കൂടി അവിടെ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ 2 ആയി അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അപ്പൊ 2 ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ റവന്യൂ ആണ് 18. മാർജിനൽ റവന്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏറ്റവും ആദ്യത്തെ ടോട്ടൽ റവന്യൂ ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ 10 ആയിരുന്നു, അത് 2 യൂണിറ്റ് ആക്കിയപ്പോ 18 ആയി. അപ്പൊ എത്ര ഡിഫറൻസ് വന്നത്? അവിടെ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും ഡിഫറൻസ് എത്ര വന്നു? 18 മൈനസ് 10 8. ഓക്കെ, 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 24 ആയി. അപ്പൊ എത്ര ഇൻക്രീസ് ചെയ്തു? അഡീഷണൽ യൂണിറ്റ് നമ്മൾ 3 ആക്കിയപ്പോഴേക്കും 24 മൈനസ് 18 6. അങ്ങനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ,
So marginal revenue means revenue incurred for producing additional unit of output. ഓരോ പ്രാവശ്യം നമ്മൾ ഇവിടെയൊക്കെ എക്സ്ട്രാ 1 യൂണിറ്റ് നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 1 യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിട്ടുന്ന റവന്യൂ ആണ് മാർജിനൽ റവന്യൂ. അപ്പൊ ടോട്ടൽ റവന്യൂയുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഫസ്റ്റ് കേസിൽ ഒരെണ്ണേ ഉള്ള അത് തന്നെ വരും. സെക്കൻഡ് കേസിൽ ടേക്ക് ദി ഡിഫറൻസ് 18 മൈനസ് 10 8, 24 മൈനസ് 18 6. അപ്പൊ നമുക്ക് എക്സ്ട്രാ എത്ര റവന്യൂ ഏൺ ചെയ്തെന്ന് അറിയാൻ പറ്റും. സോ ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് മാർജിനൽ റവന്യൂ ഡിക്രീസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് കൂടുമ്പോൾ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് ടോട്ടൽ റവന്യൂയുടെ കർവ് വരുന്നത്. ഇതേപോലെ അങ്ങനെയായിരിക്കും ടോട്ടൽ റവന്യൂ. അത് മാത്രമായിട്ട് നമ്മൾ ഗ്രാഫിൽ വരക്കുമ്പോൾ ഏകദേശം അതേപോലെയാണ് വരുന്നത്. ഓക്കെ, സോ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യും, ബട്ട് ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കുറയും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത് ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ആണ്. ആവറേജ് റവന്യൂ ഡിക്ലൈൻ ചെയ്തു, അതിനും താഴെയായിട്ടായിരിക്കും മാർജിനൽ റവന്യൂ വരുന്നത് അല്ലെ. അതിനേക്കാളും കുറവായിട്ടല്ലേ ഇത് കുറഞ്ഞു വരുന്നത്, അതിനും താഴെ. ഇതിങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ചിലപ്പം കർവ് വരക്കാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഇതേപോലെ വരയ്ക്കും. റവന്യൂവും കോസ്റ്റ് ഒക്കെ നമ്മൾ വരച്ചിട്ട് ഇതേപോലെ വരച്ചാലും കറക്റ്റ് ആണ്. ആവറേജ് റവന്യൂ, അതിനും താഴെ എന്ത് വരിക, മാർജിനൽ റവന്യൂ. കണ്ടോ, ദാറ്റ് മീൻസ് ഒരു മോണോപോളിസ്റ്റിന്റെ അവരുടെ ഗ്രാഫ് നമ്മൾ വരക്കുവാണെങ്കിൽ അവരുടെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കി അറിയാൻ പറ്റും. പ്രൈസ് 10987, അത് തന്നെയല്ലേ ആവറേജ് റവന്യൂ 10987. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് in monopoly situation or monopoly market situation, price equal to average revenue and that is equal to demand. Okay, എന്താണോ പ്രൈസ് അത് തന്നെയായിരിക്കും അവരുടെ ആവറേജ് റവന്യൂ, അത് തന്നെയായിരിക്കും അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് മോണോപോളിസ്റ്റിന്റെ ഡിമാൻഡ് കർവ് വരക്കാൻ പറഞ്ഞാൽ ഇത് കണ്ടു, ഈ ആവറേജ് റവന്യൂ അത് തന്നെയല്ലേ പ്രൈസ്, അത് തന്നെയല്ലേ ഡിമാൻഡ്. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് sloping downwards. Okay, P equal to AR equal to D. ഡിമാൻഡും സെയിം തന്നെയായിരിക്കും. അതിന്റെ താഴെയാണ് എന്ത് വരുന്നത്, MR വരുന്നത്. നമ്മൾ ഈ സംഭവം നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ വരും, മാർജിനൽ റവന്യൂ കുറയും. സോ ഇതാണ് മാർജിനൽ റവന്യൂ കർവും ആവറേജ് റവന്യൂ കർവും. ഓക്കെ, സോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിപ്പോ പറയുവാണ്. ഓക്കെ, AR കർവ്, MR കർവ്, നമ്മൾ ഇതിന്റെ റീസണും പറഞ്ഞായിരുന്നു. ആവറേജ് റവന്യൂ ഡിക്ലൈൻ ചെയ്യും, അതിനും താഴെയാണ് MR കർവും ഡിക്ലൈൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഫൈനലി നമുക്ക് എന്ത് പറയാൻ പറ്റും, AR curve and MR curve both are separate and are downward sloping. MR curve lies below AR curve. Okay, and in monopoly situation we said P equal to AR equal to D. നമ്മൾ ആ ചാർട്ട് നോക്കിയപ്പോൾ നമുക്കത് മനസ്സിലായി. Now we are going to determine the price and output determination. We are going to determine the price and output under monopoly. Okay, അതായത് നമ്മൾ പറഞ്ഞു അവർ തന്നെയാണ് പ്രൈസും ഔട്ട്പുട്ട് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യണേന്ന്. അപ്പൊ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അതിലായിരിക്കും അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ദേ ഷുഡ് ഫൈൻഡ് ഔട്ട് ദി ഇക്വിലിബ്രിയം പോയിന്റ്. Okay, so what do you mean by equilibrium point? The point at which they earn, the firm earn maximum profit. അതാണ് എന്തെന്ന് പറയുന്നത്, equilibrium point. So when they satisfy two condition, we can say that the firm reach in the equilibrium position. ആ രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്, MC equal to MR and MC curve should cut MR curve from below. Okay, condition MC equal to MR. നമ്മൾ ഈ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഒക്കെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു പോയിന്റിൽ എത്തുമ്പം ആ ഫേമിന്റെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകും. ഔട്ട്പുട്ട് അവരിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. സോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ദർ കോസ്റ്റ് ഈക്വൽ ടു റവന്യൂ.
മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. എന്താ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്, അതാണ് മാർജിനൽ കോസ്റ്റ്. ആൻഡ് മാർജിനൽ റവന്യൂ, റവന്യൂ ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആകണം. ദെൻ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ this MC curve should cut MR curve from below. So this is the MR curve. കണ്ടോ, ഇങ്ങനെയുള്ള നമ്മൾ MR curve വരുന്നത്. MC curve should cut MR curve. അപ്പൊ നമ്മുടെ MC curveന്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും? മാർജിനൽ കോസ്റ്റിന്റെ ഷേപ്പ് എപ്പോഴും ഒരു യു ഷേപ്പ് ഇതേപോലെയാണ് വരുന്നത് എപ്പോഴും. അപ്പൊ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ, MC curve should cut MR curve from below. താഴേന്ന് ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും ഫ്രം ബിലോ. ഈ പോയിന്റ് കണ്ടോ, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി MC curve. സോ MC curve should cut MR curve from below. ഈ പോയിന്റ് ആണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ, അപ്പൊ ഈ പോയിന്റിൽ MC ഈക്വൽ ടു MR ആകും, അതേപോലെ MC curve cut MR curve from below. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും ആ ഫോം ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തിയെന്ന്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി. ഇത്രയും ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൈസ് ആണെങ്കിലോ നമുക്കറിയാം, പ്രൈസ് ഈക്വൽ ടു AR ആണ്, ആവറേജ് റവന്യൂ ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഈ പോയിന്റ് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇവിടെ വരും. ARലേക്ക് നമ്മൾ യോജിപ്പിക്കണം. അല്ല, അതേപോലെ ഇവിടം വരെ ഉള്ളൂ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ പ്രൈസ്, ഇത് നമ്മൾ ഈ ലൈൻ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കും. എന്തിനാണ്? ടു ടച്ച് ദി AR കർവ്. കാരണം AR ഈക്വൽ ടു പ്രൈസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിത് മുകളിലേക്ക് വരച്ചത് കേട്ടോ. എന്നിട്ട് അതിന്റെ നേരെ നമ്മളിത് വരയ്ക്കുമ്പോൾ ദിസ് ഇസ് ദി പ്രൈസ്. ഈ ഭാഗത്ത് വരുന്നതാണ് പ്രൈസ്. സോ ദിസ് ഇസ് ദി, ഈ പ്രൈസിലും ഈ ക്വാണ്ടിറ്റിയിലും ഫേം അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുകയാണ് എങ്കിൽ ഫേം ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ ഇനി ആ ഇക്വിലിബ്രിയം പോയിന്റുകൾ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എങ്ങനെയാണ് വരുന്നത് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദാറ്റ് ഈസ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപ്പൊളി. എന്താ ഷോർട്ട് റൺ എന്ന് പറയുന്നത്? ഷോർട്ട് റൺ മീൻസ് വെരി ഷോർട്ട് പീരീഡ്. അതായത് അവിടെ നമുക്ക് പെട്ടെന്ന് ഡിമാൻഡ് കൂടിയാലും അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലൊന്നും ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല ടു മീറ്റ് ദി ഡിമാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനൊക്കെ പറഞ്ഞായിരുന്നു, പെരിഷബിൾ ഗുഡ്സ് ഒക്കെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ എക്സസീവ് സ്റ്റോക്ക് ഉള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരുപാട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് സപ്ലൈ ചെയ്താൽ ഇൻ കേസ് അത് ആരും മേടിച്ചില്ലെങ്കിൽ അതെല്ലാം ചീത്തയായി പോകും. അതൊക്കെ ഷോർട്ട് റണ്ണിൽ വരുന്നതാണ്. നമ്മുടെ ഷോർട്ട് റണ്ണിൽ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണോ, നമ്മുടെ കയ്യിൽ ഇപ്പം എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊഡക്ഷൻ നടത്താനായി പറ്റുള്ളൂ. ബട്ട് ഇൻ ലോങ് റൺ വി വിൽ ഗെറ്റ് സഫിഷ്യന്റ് ടൈം ടു ഇൻക്രീസ് അവർ സപ്ലൈ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ മാറ്റാം, പ്ലാന്റ് ആൻഡ് മെഷീനറി മാറ്റാം, എല്ലാ ഫാക്ടേഴ്സും മാറ്റാം. ഓക്കെ, സോ ഇൻ ദി ഷോർട്ട് റൺ വി ക്യാൻ സീ ഫിക്സഡ് ഫാക്ടേഴ്സ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ്. അതിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് നമ്മൾ അവിടെ തന്നെ വെക്കും. കുറച്ച് വേരി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സപ്പോസ് പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടണം, സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ലേബേഴ്സിന്റെ നമ്പർ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അതൊരു വേരിയബിൾ ഫാക്ടറാണ്. അതല്ലാണ്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനോ പ്ലാന്റ് ആൻഡ് മെഷീനറിലോ ഒന്നും നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റില്ല. So that is, during short run, a monopolist can increase his output only with the existing plant and machinery. That is, he cannot install new machinery and expand their output. Okay. ഇനി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പൊസിഷൻ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇക്വിലിബ്രിയം. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാലോ. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് വേറെ ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഒരു ഗ്രാഫ് വരക്കുവാണ് കേട്ടോ. നമ്മൾ സാധാരണ പോലെ തന്നെ ഇതേപോലെ ഒരു ഗ്രാഫ് വരക്കുക. ഷോസ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിലാണെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ ക്വാണ്ടിറ്റി അല്ലെ Q1 എന്നൊക്കെ പറഞ്ഞ് എഴുതും. അതേപോലെ ഇവിടെ എക്സ് ആക്സിസ്. ദെൻ വൈ ആക്സിസിലാണെങ്കിലോ നമ്മൾ എന്താ കാണിക്കുന്നത്, വൈ ആക്സിസിലാണെങ്കിൽ നമ്മൾ റവന്യൂ കോസ്റ്റും ആയിരിക്കും അവിടെ വരുന്നത്. റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റ് രണ്ടുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, റവന്യൂവും കോസ്റ്റും. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ്
ഇക്വിലിബ്രിയം പൊസിഷൻ വരക്കാൻ പോവാണ്. നമുക്കറിയാം ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നത്, ഒരു മോണോപ്പൊളി ഫാമിന്റെ ആവറേജ് റവന്യൂ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. അപ്പൊ നമ്മൾ ആവറേജ് റവന്യൂ വരച്ചു. അതിനും താഴെയാണ് മാർജിനൽ റവന്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മാർജിനൽ റവന്യൂ വരച്ചു. ഉണ്ടാവും ആവറേജ് റവന്യൂ ഈക്വൽ ടു പ്രൈസ് ഈക്വൽ ടു ഡിമാൻഡ്. ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതാണ്, ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എങ്ങനെ നമ്മൾ വരക്കുന്നത്, MC equal to MR and MC curve should cut MR curve from below. അപ്പൊ നമ്മൾ MC curve അതൊരു U ഷേപ്പിൽ വെറുതെ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഇപ്പൊ ഷോർട്ട് റണ്ണിലെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ SMC എന്ന് എഴുതാം, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ദിസ് ഈസ് ദി SMC curve. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടിമുട്ടുന്ന ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ ഈ MR-ഉം MC-യും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ താഴത്തേക്ക് നമ്മൾ ഇതേപോലെ ലൈൻ വരച്ചു. ദിസ് ഈസ് ദി ക്വാണ്ടിറ്റി. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇത്രയും ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. ഇനി അതിന്റെ പ്രൈസ് എത്രയായിരിക്കണം, നേരെ ഇങ്ങോട്ട് എക്സിലേക്ക് നമ്മൾ വരയ്ക്കരുത്. കാരണം പ്രൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. പ്രൈസിന്റെ ലൈൻ ഏതാണ്, AR ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു P ഈക്വൽ ടു AR ഈക്വൽ ടു ഡിമാൻഡ്. അപ്പൊ ഈ AR എന്ന് പറയുന്നതാണ് പ്രൈസ് ലൈൻ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സോ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഈ ലൈൻ കണ്ടിന്യൂ ചെയ്ത് നേരെ ഈ AR മുട്ടിക്കുക ഉണ്ടാവും. ബിക്കോസ് AR ഇസ് ദി പ്രൈസ് ലൈൻ. എന്നിട്ട് അതിന്റെ നേരെ വരുന്നതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഇതാണ് നമ്മുടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വേർ വി വിൽ ഗെറ്റ് ദി ക്വാണ്ടിറ്റി. നേരെ മുകളിലേക്ക് ആ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യും AR ലൈനിൽ. സോ ഇതാണ് നമ്മുടെ പ്രൈസ്. സോ ഈ പ്രൈസിലും ഈ ക്വാണ്ടിറ്റിയിലും മാർക്കറ്റിൽ നമ്മൾ ഗുഡ്സ് എത്തിക്കുകയാണെങ്കിൽ മോണോപ്പൊളി ഫാം ഇക്വിലിബ്രിയം പൊസിഷനിലെത്തും. ദേ വിൽ ഗെറ്റ് ദി മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, നൗ ഷോർട്ട് റൺ ആണ് എങ്കിൽ ദർ ഈസ് 3 chances. ഒരു ഫാമിന് 3 ടൈപ്പ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. Either they will get the normal profit. Okay, they will get normal profit. Normal profit എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നോർമൽ പ്രോഫിറ്റ്, പിന്നെ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അതും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ലോസ്. ഈ 3 സിറ്റുവേഷനും എവിടെ വരാം, ഷോർട്ട് റണ്ണിൽ വരാം. ഓക്കെ, കാരണം എന്താണ്, വേറെ പുതിയ ഫേംസ് ഒന്നും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നില്ല, കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പൊ അവർ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് തന്നെയാണ് സപ്ലൈ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈഡ് ചെയ്യാം. ചിലവരെന്ത് ചെയ്യും, ഹൈ പ്രൈസിലായിരിക്കും ചിലപ്പോൾ ഗുഡ്സ് വിൽക്കുന്നത്, ചില ആൾക്കാരാണെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ 3 chances അവിടെ വരും. നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകും, അതല്ലെങ്കിലോ ലോസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ 3 സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. ഇനി എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, വെൻ ദെയർ ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. റവന്യൂയും കോസ്റ്റും ഈക്വൽ ആകുമ്പോൾ വരുന്നതിനെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ്. അതായത് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല, സീറോ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയും. കോസ്റ്റും റവന്യൂയും ഈക്വൽ ആണ്. ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, അതാണ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടുന്നത്, വെൻ ദെയർ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ, റവന്യൂ കൂടുതൽ വരികയാണ്, ഒരുപാട് ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തും കൂടി. സോ ഒരുപാട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ലെവൽ എത്തുമ്പോൾ അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യും. ദേ വിൽ ഗെറ്റ് മോർ റവന്യൂ ദാൻ ദെയർ കോസ്റ്റ്. സോ ആവറേജ് റവന്യൂ ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്, അതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ലോസ് ആണെങ്കിലോ, ആവറേജ് റവന്യൂ കുറവായിരിക്കുമല്ലോ, ആവറേജ് റവന്യൂ ഇസ് ലെസ്സർ ദാൻ ആവറേജ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ദേ ഇൻകർ ലോസ്. ഈ 3 സിറ്റുവേഷൻ ആണ് വരുന്നത്. സോ ദിസ് ഈസ് ദി കറക്റ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. പക്ഷെ ചില സിറ്റുവേഷനിൽ അവർ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചിലപ്പോൾ കൂട്ടും ഇൻ ഓർഡർ ടു ഗെറ്റ് മോർ പ്രോഫിറ്റ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഓരോ പ്രാവശ്യവും നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പർച്ചേസ് റോ മെറ്റീരിയൽ. സോ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആവറേജ് കോസ്റ്റും കൂടി വരും.
അപ്പോൾ ഒരു ലെവൽ വരെ ആവറേജ് കോസ്റ്റ് കുറയുള്ളൂ. പിന്നെയും നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് കൂടി വരും. സോ അതുകൊണ്ടാണ് ഈ 3 സിറ്റുവേഷനും വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി കറക്റ്റ് പൊസിഷൻ. ഇനി ഇതിൽ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കാണിക്കാം. അതായത് ഇൻ കേസ് ഇപ്പൊ അവർക്ക് നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, അതാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ഇനി ഒരു ആവറേജ് കോസ്റ്റ് ലൈൻ കൂടി വരച്ചാൽ പോരെ, അങ്ങനെയാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുമല്ലോ. ദിസ് ഈസ് ദി ആവറേജ് റവന്യൂ കർവ് ആൻഡ് ദിസ് ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. അപ്പൊ നമ്മളൊരു ആവറേജ് കോസ്റ്റ് കർവ് എപ്പോഴും യു ഷേപ്പ് പോലെ ആദ്യം ഡിക്ലൈൻ ചെയ്ത് പിന്നെ ഇങ്ങനെ പൊങ്ങി വരും. ഇതേപോലെയാണ് യൂഷ്വലി ആവറേജ് കോസ്റ്റ് കർവ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ആവറേജ് റവന്യൂ കണ്ടോ, ഈ പോയിന്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആവറേജ് കോസ്റ്റ് കർവ് നമ്മൾ വരക്കുവാണോ, ഇതിൽ ടച്ച് ചെയ്ത് വരക്കാം. കണ്ടോ, ഈ ഒരു പോയിന്റ് എത്തുമ്പം ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ ഈക്വൽ ആവും. കണ്ടോ, ഇവിടെ നമ്മളിത് ഈ ആവറേജ് റവന്യൂ കർവ് ഇതല്ല, എന്നാലും നമ്മൾ ഇതിൽ ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ കർവ് വരക്കാം. അപ്പൊ നമുക്ക് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കണ്ടോ, ഇതാണ് ആവറേജ് റവന്യൂ. അതിൽ ടച്ച് ചെയ്ത് നമ്മൾ ആവറേജ് കോസ്റ്റ് കർവ് വരച്ചു. അതിന്റെ അർത്ഥം ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, ആ ഒരു ഫേമിന് നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഗ്രാഫിൽ. നമ്മുടെ ഈ ഗ്രാഫിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ആവറേജ് റവന്യൂ ടച്ച് ചെയ്ത് ഇതേപോലെ ഒരു കർവ് വരുന്നുണ്ട്, SAC എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ദേ ആർ ഗെറ്റിംഗ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റും വേണം, ലോസും നമുക്ക് വേണം. ഓക്കെ, അതും നമുക്ക് വരയ്ക്കാം. ഇനി ലോസ് ആണ് വരുന്നെങ്കിലോ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈക്വിലിബ്രിയം വരയ്ക്കാം. ഇനിയിപ്പോ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ച് കാണിക്കാം കേട്ടോ. ജസ്റ്റ് റഫ് ആയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. നമ്മുടെ ആവറേജ് റവന്യൂ കർവ്, മാർജിനൽ റവന്യൂ കർവ്, ഇക്വിലിബ്രിയം പോയിന്റ്. എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുമ്പോൾ MC, ബിലോയിൽ നിന്ന് കട്ട് ചെയ്യുന്നത് അല്ലേ, MC ഉണ്ടോ. ഇതാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, MC കർവ്. സോ ഈ പോയിന്റ് ആണ് ക്വാണ്ടിറ്റി. നേരെ മുകളിലേക്ക് വരുമ്പോൾ ഈ പോയിന്റ് ആണ് ആക്ച്വലി പ്രൈസ് വരുന്നത്. ദിസ് ഈസ് ദി കറക്റ്റ് ഈക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, നൗ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, നമ്മളൊരു കോസ്റ്റ് കർവ് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് വരച്ചു. അപ്പൊ അതിനർത്ഥം അവർക്ക് നോർമൽ പ്രോഫിറ്റ് ആണ്. ഇനി ലോസ് ആണെങ്കിലോ, ലോസിന്റെ അർത്ഥം അവർക്ക് ആവറേജ് റവന്യൂ കുറവായിരിക്കും, ആവറേജ് കോസ്റ്റ് കൂടുതൽ. ഇതാണ് നമ്മുടെ ആവറേജ് റവന്യൂ കർവ്. ഇതിനേക്കാളും കൂടുതൽ കോസ്റ്റ് വരണം. ദിസ് ഇസ് ദി ആവറേജ് റവന്യൂ. ഇതിനേക്കാളും കൂടുതൽ കോസ്റ്റ് വരാന്ന് വെച്ചാൽ ഇതിനും മുകളിൽ വേണം എന്ത് വരാനായിട്ട്, കോസ്റ്റിന്റെ കർവ് വരാനായിട്ട് അല്ലേ. ആവറേജ് റവന്യൂ കുറവും കോസ്റ്റ് കൂടുതലും, അങ്ങനെയാണെങ്കിൽ ലോസ് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവ് ഇങ്ങനെ വരക്കുക. കണ്ടോ, ദിസ് ഇസ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ടച്ച് ചെയ്യാണ്ട് വന്നേക്കുന്നുണ്ടോ, അതായത് ഇതാണ് ആവറേജ് റവന്യൂ, അതിനും മുകളിലായിട്ടാണ് കോസ്റ്റ് കർവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലൈൻ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇതേപോലെ മുകളിലേക്ക് വരയ്ക്കാം. ഈ പോയിന്റ് ഇതേപോലെ വരയ്ക്കാം. ഈ ഷെയ്ഡഡ് ഏരിയയാണ് ലോസ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പൊ നമുക്ക് ഇവിടം വരെ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ആവറേജ് കോസ്റ്റ് കർവ് എക്സ്ട്രാ വരച്ചു. ഈ ലൈൻ നേരെ നമ്മൾ മുകളിലേക്ക് വരച്ചിട്ട് ഇവർ ജസ്റ്റ് ഒരു ഇത് നേരെ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പൊ ഈ പോർഷനെ നമ്മൾ എന്ത് പറയാ, ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലെവൽ എത്തുമ്പോൾ ഇനിയും പ്രൊഡക്ഷൻ കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ആവറേജ് കോസ്റ്റ് കൂടി വരും. ദേ വിൽ ഇൻകർ ലോസ് ആൻഡ് ദിസ് ഇസ് ദി ലോസ് പൊസിഷൻ. ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമ്മൾ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില സമയത്ത് ഇവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഇസ് ദെയർ റവന്യൂ ഈസ് മോർ ദാൻ ദെയർ ആവറേജ് കോസ്റ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസ് ഷോസ് ദി ഔട്ട്പുട്ട്, വൈ ആക്സിസ് ആണെങ്കിൽ റവന്യൂ കോസ്റ്റ്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് റവന്യൂ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് MR curve lies below AR curve. Then we draw the marginal cost curve, U shape.
marginal cost. Then ഈ ഒരു point, this is the short run marginal cost, intersect ചെയ്യുന്ന point where MR equal to MC. This point is the quantity. നമ്മൾ മുകളിലേക്ക് നേരെ വരക്കുകയാണെങ്കിൽ AR ലൈനിൽ ടച്ച് ചെയ്ത് വരക്കുമ്പോൾ ഇതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ് ആയിട്ട് വരുന്നത്. ഇത്രയും നമ്മുടെ കോമൺ ആണ് എല്ലാത്തിലും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഇസ് ആവറേജ് റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ഇതാണ് ആവറേജ് റവന്യൂ കർവ്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ആവറേജ് കോസ്റ്റ്. ഇപ്പൊ റവന്യൂ കൂടുതൽ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് കർവ് എവിടെ വേണം വരാനായിട്ട്? റവന്യൂ കൂടുതൽ വരണം. അപ്പൊ കോസ്റ്റ് കർവ് മിക്കപ്പോഴും ഇത് താഴെ വേണ്ടേ വരാൻ, എന്നാലല്ലേ റവന്യൂ കൂടുതലായിട്ട് വരുള്ളൂ, അല്ലേ? സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി ആവറേജ് കോസ്റ്റ് കർവ് നമ്മൾ വരയ്ക്കാനായിട്ട് പോവാണ്. ജസ്റ്റ് നമ്മൾ ഇതാണ് നമ്മുടെ കർവിൽ, ഇതിന്റെ താഴെയായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു കോസ്റ്റ് കർവ് നമ്മൾ വരച്ചാൽ മതി. ജസ്റ്റ് വെറുതെ ഒരു കോസ്റ്റ് കർവ്, നമ്മുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണ് വരുന്നത്. വെറുതെ ഒരു AC ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ? അപ്പൊ ഇത് AR കർവ്, ഇത് നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കർവ്, ഇതാണ് AR കർവ്. അതിനും താഴെ നമ്മുടെ SAC കർവ് വന്നേക്കുന്നു. SAC കണ്ടോ? ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ കേട്ടോ. മെയിൻ ലൈൻ ഇതാണ് മെയിൻ ഇക്വിലിബ്രിയം മെയിൻ ലൈൻ ഇതാണ്. നമ്മൾ എക്സ്ട്രാ ഒരു SAC കർവും കൂടി ഇവിടെ വരച്ചു. ഇപ്പൊ ഈ പോയിന്റ് കണ്ടോ? ഇവിടെയാണ് നമുക്ക് ഒരു ബോക്സ് കിട്ടുന്നത്. ഈ ഭാഗമാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. SAC കർവ് വരക്കുക. അത് എവിടെയാണോ നമ്മുടെ മെയിൻ ലൈനെ കട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ആ ഷെയ്ഡഡ് ഏരിയയാണ് എന്തായിട്ട് വരുന്നത്? പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? ഇത് മൊത്തമാണ് നമ്മുടെ, ഉണ്ടോ? ഈ ഭാഗമാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടിയാണ് കോസ്റ്റ് കർവ് പോയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗം കോസ്റ്റും ഈ ഫുൾ ഭാഗം പ്രൈസുമാണ്. ഓക്കെ, ഫുൾ പ്രൈസ്. നമ്മളൊരു സാധനം 10 രൂപക്ക് കൊടുക്കുന്നു, അതാണ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ പ്രൈസ് നമ്മൾ 10, ഇത് മൊത്തമാണ് 10. ആ 10ലെ ഇത്രയും ഭാഗമാണ് കോസ്റ്റ്. കോസ്റ്റ് ഫോർ എക്സാമ്പിൾ 7 ആണ് വന്നെന്ന് വിചാരിക്കാം. കോസ്റ്റ് 7. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 - 7 3. അതുകൊണ്ടാണ് ഇത്രയും ഭാഗമാണ് പ്രോഫിറ്റ്. ഇത് മൊത്തം പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് മൊത്തമാണ് പ്രൈസ്. ഇവിടെ നമ്മുടെ കോസ്റ്റ് കർവ് കട്ട് ചെയ്ത് ഇത്രയും ഭാഗം കോസ്റ്റും ഈ പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഡിഡക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് പോർഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നൗ ലോങ് റൺ. ഒരു ലോങ് റണ്ണിൽ എങ്ങനെയാണ് അവരുടെ ഇക്വിലിബ്രിയം പൊസിഷൻ വരുന്നത്? സോ ലോങ് റൺ ആണെങ്കിലും ഷോർട്ട് റൺ ആണെങ്കിലും ഇക്വിലിബ്രിയം സെയിം തന്നെയായിരിക്കും. Difference is that in short run period they will get normal profit, supernormal profit and loss. But in the long run എന്തായിരിക്കും അവിടെ വ്യത്യാസം വരിക? We said that in perfect competitive market long run ആണെങ്കിൽ they are getting only normal profit. നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടാന്ന് വെച്ചാൽ അർത്ഥം റവന്യൂ ഈക്വൽ ടു കോസ്റ്റ്, ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും എന്തായിരിക്കും? നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താണ്? കാരണം ദർ ഇസ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. അപ്പോൾ ഒരുപാട് ഫേംസ് ആ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടില്ല. ദേ വിൽ ഗെറ്റ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. ഓക്കെ, നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തുകൊണ്ടാണ് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേംസിന് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന്. ഓക്കെ, പക്ഷെ മോണോപ്പൊളി ഫേമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മോണോപ്പൊളി ഫേമിൽ പുതിയൊരു ഫേമിന് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ദർ ഇസ് നോ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. അതുകൊണ്ട് തന്നെ ഒറ്റ സെല്ലറേ ഉള്ളൂ. ഹി ക്യാൻ ഡിറ്റർമൈൻ ദി പ്രൈസ് ആൻഡ് ഹി ക്യാൻ ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട്. സോ അവർക്ക് തന്നെ പ്രൈസ് വേണമെങ്കിൽ കൂടുതൽ ചാർജ് ചെയ്യാം, ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. സോ അതുള്ളതുകൊണ്ട് കോമ്പറ്റീഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എപ്പോഴും എന്തായിരിക്കും ചാൻസ്? ലോങ് റണ്ണിൽ ദേ ആർ ഗെറ്റിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ആവറേജ് റവന്യൂ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. Monopoly firm in the long run they are getting super normal profit. That is average revenue is greater than average cost.
പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അങ്ങനെയല്ല. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ലോങ് റൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ലോങ് റൺ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ലോങ് റൺ ആകുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് സഫിഷ്യന്റ് ടൈം ടു എക്സ്പാൻഡ് ദെയർ പ്രൊഡക്ഷൻ. അവർക്ക് അവരുടെ ലൊക്കേഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം ചേഞ്ചസ് ചെയ്യാം. പുതിയ ഫാംസിന് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പുതിയ ഫാംസ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ എല്ലാവരും ഒരേ പ്രൈസിൽ ഗുഡ്സ് വിൽക്കാൻ തുടങ്ങും. ലോസ് വരുവാണെങ്കിൽ അവർക്ക് ആ ഒരു മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് നടക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. സോ അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റും, മോണോപ്പൊളിക്കാണെങ്കിലോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതെങ്ങനെ നമ്മൾ വരയ്ക്കുക? നമ്മൾ നേരത്തെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ അബ്നോർമൽ പ്രോഫിറ്റ് വരച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇവിടെ ഔട്ട്പുട്ട്, ഇവിടെ നമ്മൾ റവന്യൂ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ആവറേജ് റവന്യൂ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്, മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ്. അത് ലോങ് റൺ ആയതുകൊണ്ട് നമ്മൾ എഴുതും ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദിസ് ഇസ് ദി ഇന്റർസെക്ഷൻ പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റ് അതാണ്. ഈ ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. നേരെ മുകളിലേക്ക് ARലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഇത് എല്ലാത്തിനും സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് ആവറേജ് റവന്യൂ കൂടുതലാണ് വരുന്നത് ലോങ് റണ്ണില്. കാരണം ലോങ് റൺ ആണെങ്കിലും ഷോർട്ട് റൺ ആണെങ്കിലും അവിടെ എന്ത് വരുന്നില്ല? കോമ്പറ്റീഷൻ ഇല്ല. ഇവർ തന്നെയാണ് എല്ലാ പ്രൈസും ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ലോങ് റണ്ണിൽ ദേ ആർ ഗെറ്റിംഗ് മോർ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ആവറേജ് കോസ്റ്റ് കുറവാണ്. ആവറേജ് റവന്യൂ ആവറേജ് റവന്യൂ കർവ് കൂടുതലായിരിക്കും. അപ്പൊ അതിന് താഴെയായിരിക്കും ആവറേജ് കോസ്റ്റ് കർവ്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഇതാണ് ആവറേജ് കോസ്റ്റ്. കണ്ടോ? ലോങ് റൺ ആവറേജ് കോസ്റ്റ്. സോ ദിസ് ഈസ് ദി ഫുൾ ലൈൻ, ദിസ് ഇസ് ദി പ്രൈസ്. ഇത് കോസ്റ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ഭാഗമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫുൾ ഭാഗം പ്രൈസ്. അതിന്റെ ഡിഫറൻസ് വരുന്നത് ഇവിടം വരെയാണ്. ഈ ഷെയ്ഡഡ് ഏരിയ ആണ് എന്തായിട്ട് വരുന്നത്? പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ലോങ് റൺ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഗ്രാഫും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫും അതിന്റെ തിയറിയും ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക്.